मम्मीला मैडम लेफ्ट हैंड होल्ड करें, राइट हैंड मत छोड़ना, विडो लेफ्ट हैंड से सुनो। क्या है ये? എൻ്റെ പേര് അക്ഷയ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ ട്രാവൽ ആൻഡ് ഫുഡ് ബ്ലോഗിന് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ ആണിത്. ഞാനിപ്പോൾ ഉള്ളത് മണാലിയിലാണ്. മണാലിയിൽ മാനസ്ലു റിവറിൻ്റെ അടുത്താണ്. മണാലി എന്ന് പറയുമ്പോൾ ഓൾഡ് മണാലി. ഇവിടെ നല്ല വ്യൂ ആണ്. ഇന്നലെ നല്ല മഞ്ഞ് പെയ്തിരുന്നു. രാത്രിയൊക്കെ നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. ഇപ്പം മഞ്ഞൊക്കെ ഇങ്ങനെ എന്താ പറയുക, രാവിലെ വെളിച്ചം വന്നപ്പോഴേക്കും എല്ലാം അലിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ ഇന്നലെ നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു. പക്ഷേ നല്ല തണുപ്പായ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് വൈകുന്നേരം മഞ്ഞ് പെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഹിമാലയൻ സ്റ്റോറീസ് എന്ന റിസോർട്ടിലേക്കുള്ള ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ്. ഇവിടെ മൊത്തം രാത്രി മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം അലിഞ്ഞു പോയി. അപ്പോൾ ഇന്നലെ ആയിരുന്നു ആദ്യമായിട്ട് ഇവിടെ മഞ്ഞ് പെയ്തത് എന്നാണ് പറഞ്ഞു കേട്ടെ. ഞാൻ ഷിംലയും കുളു മണാലി ഈ ഒരു റൂട്ടിൽ കൂടെയാണ് വന്നത്. ആദ്യം ഷിംലയിൽ 2 ദിവസം നിന്നു, പിന്നെ കുളു വഴി മണാലിയിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മണാലിയിൽ ഒരുപാട് വിഷ്വൽസ്, അതായത് ഒരുപാട് എന്താ പറയുക അറ്റ്മോസ്ഫിയർ, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനൊക്കെ ഉണ്ട്. ഷിംലയിൽ അത്രത്തോളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് മണാലിയാണ്. അതുപോലെ തന്നെ കുളുവിൽ ഓൺ ദ വേ ഒരുപാട് റിവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ റാഫ്റ്റിംഗ് ചെയ്യാം, അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ് ചെയ്യാം. ഒരുപാട് അഡ്വഞ്ചർ ആൻഡ് ട്രെക്കിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അഡ്വഞ്ചർ എന്ന് പറയുന്നത് റാഫ്റ്റിംഗ് ആണ്. ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ റാഫ്റ്റിങ്ങിനൊന്നും അധികം ആൾക്കാരുണ്ടായില്ല. പക്ഷെ നമ്മൾ വളരെയധികം എന്താ പറയുക അന്വേഷിച്ച് കുളുവിലേക്ക് പോകുന്ന വഴി തന്നെ ഒരു റിവറുണ്ട്. ആ റിവറിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് റാഫ്റ്റിങ്ങിൻ്റെ കൗണ്ടേഴ്സ് ഉണ്ട്. അതിലൊരു കൗണ്ടർ കണ്ടുപിടിച്ചാണ് നമ്മൾ ഈ റാഫ്റ്റിങ്ങിന് വന്നത്. വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു. നമ്മളോട് ആ റോപ്പിൽ കൈയൊക്കെ പിടിച്ച് അങ്ങനെ തന്നെ നിൽക്കാൻ പറഞ്ഞിരുന്നു. കൈ എടുക്കാതെ അങ്ങനെ തന്നെ നിൽക്കാനായിട്ടാണ് പറഞ്ഞിരുന്നത്. അതുപോലെ നമ്മൾ രണ്ടാമതായിട്ട് പോയൊരു അഡ്വഞ്ചറാണ് സിപ്പ് ലൈനിങ്. നമ്മൾ 2 തവണ സിപ്പ് ലൈനിങ് പോയിരുന്നു. ഒന്ന് ഷിംലയിൽ വെച്ച്, പിന്നെ ഇതാണ് സിപ്പ് ലൈൻ ചെയ്തത്. പക്ഷേ ഇത് വളരെയധികം ലെങ്ത്ത് അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂടുതലുണ്ടായിരുന്നു. ആദ്യത്തെ നമ്മൾ എന്താ പറയുക തുടങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന വരെയുള്ള ഒരു സിപ്പ് ലൈനിങ്ങാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചും വന്നിരുന്നു. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും. ആദ്യത്തെ റൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോകാനായിട്ട് ഒരു പടിയൊക്കെ കയറി ആണ് ഈ രണ്ടാമത്തെ റൈഡിലേക്ക് വരുന്നത് സിപ്പ് ലൈനിൽ. പക്ഷെ ഇത് കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. മറ്റേത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റി. ഇത് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ആ സീനിക് ബ്യൂട്ടി ഭയങ്കരമായിരുന്നു ചുറ്റുമുള്ളത്. എന്താ പറയുക ഭയങ്കര മെമ്മറബിളായിരുന്നു ഈ സിപ്പ് ലൈനിങ്. ബട്ട് ലാസ്റ്റ് നമുക്ക് ചെറിയൊരു പണി കിട്ടി. ഇവിടെ വെയിറ്റ് കുറവായതുകൊണ്ട് നമ്മൾ അറ്റത്ത് എത്തിയില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം തൊട്ടപ്പുറത്ത് വന്ന ടീം അതിന് ശേഷം വന്ന ടീമായിട്ട് കൂട്ടിമുട്ടി. അപ്പോൾ ചെറിയൊരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ചുറ്റും സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. അഡ്വഞ്ചറൊക്കെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ തന്നെ മഞ്ഞൊക്കെ മൂടി കിടക്കണുണ്ടായിരുന്നു. ഓൺ ദ വേ അവിടെ ഒരു ബേക്ക് ഹൗസ് കണ്ടു. കേക്കൊക്കെ ബേക്ക് ചെയ്ത് വെച്ചാൽ കണ്ടപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് അകത്തേക്ക് കയറി. റിവർ സൈഡിൽ തന്നെയാണ് ഈ ബേക്ക് ഹൗസൊക്കെ ഉള്ളത് കേട്ടോ. ഇത് ഈ ഓൾഡ് മണാലി റോഡിലുള്ള ഒരു കഫേയാണ്. നമ്മൾ സ്ട്രോബെറി കേക്കും കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ സ്ട്രോബെറി കേക്കും പിന്നെ ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞിട്ടുണ്ട്. കുടിച്ചു നോക്കി, എങ്ങനെയുണ്ട് ഹോട്ട് ചോക്ലേറ്റ്? കുടിച്ചു നോക്ക്. നൈസല്ലേ? ഈ ക്ലൈമറ്റിന് അടിപൊളിയാണ് ഹോട്ട് ചോക്ലേറ്റൊക്കെ. പിന്നെ സ്ട്രോബെറി കേക്കും പറയാനുണ്ട്. കേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്.
നൈസാണ്. ഈ ആംബിയൻസ് അടിപൊളിയാണ്. ഇവരിവിടെ മ്യൂസിക്കൊക്കെ ഇട്ട് താഴെ തന്നെ സീറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കേക്കൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങളത് മനു ടെമ്പിളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. സ്ട്രീറ്റ് മൊത്തം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഡ്രീം ക്യാച്ചേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ ഒരു പേഴ്സ് വാങ്ങിയതാണ് അപ്പന് വേണ്ടിയിട്ടല്ലേ. ഇത് എന്തിൻ്റെ കിസ്കാല ഇത് ഗോഡ്ക. ഇത് ആടിൻ്റെ ലെതറാണിത്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡയറി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഇത് പപ്പയ്ക്ക് ഇത് അപ്പനല്ലേ, രണ്ടുപേർക്കും വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഭയ്യ. ഇവിടെ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബുക്കുകളും ലെതറിൻ്റെ കുറേ പേഴ്സുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ലൈക്ക് ഞങ്ങളിവിടെ ഒരു ദ ലിറ്റിൽ സിസ്റ്റർ നേപ്പാളി ബേക്കറി എന്ന് പറഞ്ഞിട്ട് മനു ടെമ്പിളിൻ്റെ റോഡിലുള്ള ഒരു ബേക്കറിക്ക് വന്നതാണ്. അപ്പോൾ ഇവർ മൊത്തം ഹാരി പോട്ടറിൻ്റെ കണ്ടൻസാണ് ഈ പേജിൽ മൊത്തം വെച്ചേക്കുന്നത്. നമുക്ക് നോക്കിയറിയാം, മൊത്തം ആർട്ട് വർക്ക് മൊത്തം ഹാരി പോട്ടറിൻ്റെയാണ്. ഇതിവിടെ അപ്പുറത്തും ടോട്ടലായിട്ട് ഇവർ ഇത് ഹാരി പോട്ടറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനു ടെമ്പിളിലേക്കുള്ള റോട്ടിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മനു ടെമ്പിളാണ്. മണാലിയിലെ ഒരു ടെമ്പിളാണത്. ക്രിസ്റ്റലൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളിവിടെ ഒരു പേൾസും ക്രിസ്റ്റൽസൊക്കെ സെല് ചെയ്യണ ഒരു ഷോപ്പിലെത്തിയേക്കാണ്. ഇവിടെ ഒരുപാട് ക്രിസ്റ്റൽ വർക്ക്സും കാര്യങ്ങളും കാണാനുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പലതരത്തിലുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് ഇവിടെ. ഈ ഷോപ്പ് കാ നാം ക്യാ ഹൈ? ദ ഷൈനിങ് സൺ. ഓക്കെ. ഇവിടെ ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു ബൈബിൾ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാ സ്റ്റോണെന്ന് നോക്കിയിട്ട് ആൾ പറഞ്ഞുതരാണ്. അപ്പോൾ ഇത് എമത്തിസ്റ്റാണ്. നമ്മൾ വേറെ ഒരെണ്ണം നോക്കിയിരുന്നു, റോസ് ക്വാർട്സ്. അതിവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്റ്റൽസും ബാക്കി ആൻറ്റിക്സൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങി മനു ടെമ്പിളിലേക്ക് വീണ്ടും. അപ്പോൾ ഈ വഴി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മനു ടെമ്പിളാണ്. ഒരുപാട് നടക്കാനുണ്ട്. തണുപ്പത്ത് അധികം ദൂരം നടക്കാൻ പറ്റണ്ടായില്ല. എന്നാലും നമുക്ക് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ അത്രയും ദൂരം നടന്നത്. നമ്മളങ്ങനെ മനു ടെമ്പിളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഒരു കല്യാണത്തിൻ്റെ ഒരു പരിപാടി കാണാൻ പറ്റി. ഇവിടുത്തെ വെഡ്ഡിങ്സൊക്കെ ഭയങ്കര സിമ്പിൾ ആൻഡ് എന്താ പറയുക കൾച്ചറലാണ്. അപ്പോൾ നമ്മളങ്ങനെ നടക്കുന്ന സമയത്താണ് നമുക്കൊരു ടീം ഓഫ് ആൾക്കാർ ദൂരെ എൻജോയ് ചെയ്യണ കണ്ടത്. അടുത്തേക്ക് അതെന്താണെന്ന് അറിയാനായിട്ട് നടന്ന് ചെന്നു. ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ചെയ്തിട്ട് തന്നെയായിരുന്നു ആ ഒരു പാത്ത് മൊത്തം ക്രോസ് ചെയ്തിരുന്നത്. ഇതാണ് മനു ടെമ്പിള്. ഉള്ളിൽ മൊത്തം നല്ല തണവാണ്. അകത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ളിൽ മാർബിൾ കൊണ്ടാണ് ഫ്ലോർ മൊത്തം ചെയ്തേക്കുന്നത്. പിന്നെ വുഡാണ്, ഇഷ്ടംപോലെ വുഡുണ്ട്. പിന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ സ്റ്റാച്യൂസൊക്കെ ഇഷ്ടംപോലെ വിഗ്രഹങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. നല്ല കൂൾ ആൻഡ് കാം ആയിട്ടുള്ള പ്ലേസാണത്.
റോഡിലൊരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പുകളും അതുപോലെ തന്നെ ക്ലോത്തിങ് ഷോപ്പുകളും ഉണ്ട്. സാധാരണ ഇവിടെ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ. പിന്നെ റോഡിലൊക്കെ തിരക്കുറവാണ്. ശരിക്കും ഇതിവിടെ ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല. ജാനുവരി ഫെബ്രുവരിയൊക്കെ ആണെങ്കിൽ അവിടെ നിറച്ച് മഞ്ഞായിരിക്കും, നടക്കാനൊന്നും പറ്റില്ല. ഇത് ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവുള്ളത്. നമ്മളങ്ങനെ ഒരുപാട് നടന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും റൂമിലേക്ക് നടന്നു. കാരണം കുറച്ച് റെസ്റ്റ് എടുക്കാം, ഫുഡ് കഴിക്കാമെന്നൊക്കെ വെച്ച് തിരിച്ച് റൂമിലേക്ക് കിടന്നു. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയി കാണും. അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴേക്കും മഞ്ഞൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആയി തുടങ്ങി മണാലിയിൽ ഇതേപ്പോൾ മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നിറയെ മഞ്ഞ് പെയ്ത് വരുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്കത്. കാരണം ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ മഞ്ഞ് കാണുന്നത്. തലേ ദിവസം രാത്രി കണ്ടിരുന്നു, അതുകൂടാതെ ഇപ്പോഴാണ് മോർണിംഗ് ടൈമിൽ നമ്മൾ മഞ്ഞ് ശരിക്കും കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. മഞ്ഞ് വീഴുന്നുണ്ട്, മുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം നല്ല രീതിക്ക് മഞ്ഞ് വീഴുന്നുണ്ട്. അഡ്വഞ്ചറസ് ആയിരുന്നെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ആ ഒരു അഡ്വഞ്ചർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷ്വൽസ് ആക്ച്വലി ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല, പക്ഷെ ഒരുപാട് വിഷ്വൽസ് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റി. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ അസ്. ഈ മഞ്ഞൊക്കെ കണ്ട് അന്നത്തെ ദിവസം നമ്മൾ അവിടെ തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങാനായിട്ട്. ഒരു 2 ദിവസം എടുക്കും, കാരണം കാറിൽ നമ്മൾ ഡൽഹി വരെ പോയി അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവം ഭയങ്കര എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയത്. തുടർന്ന് ഇതുപോലെ തന്നെ ട്രാവൽസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് വിഷ്വൽസ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.